ബോട്ടിലൊക്കെ ആയിട്ട് എന്താ പരിപാടി എന്നല്ലേ? വേറെ ഒന്നുമല്ല, ഒരു ലൈറ്റ് ലാമ്പ്. നിനക്കെന്താ ഇതല്ലാതെ വേറെ ഒരു പണിയില്ലേന്ന് ചോദിക്കരുത്, കാരണം എനിക്ക് ലൈറ്റ് ലാമ്പ് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നുമല്ല, ഇപ്രാവശ്യം കുറച്ച് പിൻട്രസ്റ്റിലൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇതിനിതേ ഞാൻ സ്റ്റാൻഡൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നതേ നമ്മൾ നേരത്തെ എടുത്ത ബോട്ടിലിന്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ ഒരു ഭംഗിക്ക് വേണ്ടി ലൈസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്റെ കയ്യിൽ ഫെയറി ലൈറ്റ് ഇല്ല കേട്ടോ. എന്റെ കയ്യിൽ ഇതേ ഈ ഒരു ലൈറ്റ് മാത്രമാണ് ഉള്ളത്. ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ഇത് ഇതിനുള്ളിൽ ഒട്ടിച്ച് വെച്ചാൽ ഞാനെങ്ങനെ ഓൺ ചെയ്യും? ഓൺ ആക്കിയിട്ടാണ് വെച്ചെങ്കിൽ ഞാനിങ്ങനെ ഓഫ് ചെയ്യും. അങ്ങനെ ആ പ്ലാൻ മാറ്റി ഇങ്ങനെ എങ്ങനെയും ഒട്ടിച്ച് വെച്ച് ഓൺ ആക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. സംഭവം അടിപൊളിയാണ്. പിന്നെ നമ്മുടെ സ്റ്റാൻഡിന് ഒരു ലുക്ക് വേണമല്ലോ, അപ്പം ഞാൻ അതിലും ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് മെയിൻ കോമഡി. ഇത് ദേ വെച്ചിട്ട് നിൽക്കുന്നില്ല. ഇതെങ്ങനെ നോക്കിയിട്ടും നമ്മുടെ ലാലായിട്ട് നിൽക്കുന്ന കണക്കാട്ടോ നിൽക്കുന്നത്. പല തരത്തിലും പല രീതിയിലും നോക്കിയിട്ടോ ഒരനക്കവും ഇല്ല. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ വലിയ രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് ലാമ്പിന് ലൈറ്റ് ഓൺ ചെയ്യണമെങ്കിൽ ആ മുഖത്ത് ഇങ്ങനെ അഴിക്കണം. കണ്ടാവും. അപ്പോൾ നേരത്തെ കുഴപ്പമില്ല എന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പോൾ ദേ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് വന്നപ്പോൾ നല്ല കുഴപ്പമായിട്ടുണ്ട് കേട്ടോ. ദേ ഒന്നുകൂടി ഇങ്ങനെ മുകളിലോട്ടായി നിൽക്കുകയാണെങ്കിൽ ഭംഗി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്ലാനും മാറ്റി ഞാൻ തേർഡ് പ്ലാൻ എടുത്തിട്ടുണ്ട്. അതും ഒരുപാട് ശേഷത്തെ ആലോചനയ്ക്ക് ശേഷം. ഒന്നും അങ്ങോട്ട് സഹകരിക്കുന്നില്ല എന്നാൽ നമ്മൾ അങ്ങനെ വിടുവോ? അതുമില്ല. അപ്പോൾ ദേ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പിൻട്രസ്റ്റ് ലുക്കില്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു റിബണൊക്കെ കെട്ടി കൊടുക്കാം, പക്ഷെ പിന്നെ ഞാൻ ഓവറാക്കി ചളാക്കുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിലും ലൈക്ക് ചെയ്തോ, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.